ഈ ക്ലാസ്സിൽ എക്സസൈസ് 11.1-ലെ 6th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സിംപ്ലിഫൈ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 × 10⁻³ ഇതെങ്ങനെ എഴുതാം? 2 × 10⁻³ എന്ന് പറയുമ്പോൾ 10 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ആൻസർ 2. അതുപോലെ ഈ സീറോസ് ഒന്നിച്ച് എഴുതാം. 0 0 0. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? 2000. സെക്കൻഡ് ക്വസ്റ്റ്യൻ 7⁻² × 2⁻². 7 2 ടൈംസ്, അതുപോലെ ഇൻറ്റു 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാം. 7 × 7 49. 2 × 2 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 196. ആൻസർ എത്ര കിട്ടി? 196. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിച്ച് ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2⁻³ × 5. 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു 5. 2 × 2 4, അതിൽ 5 × 2 10. അപ്പോൾ 4 × 10 40. ഓക്കെ, അല്ലെങ്കിൽ 2 × 2 4, 4 × 2 8, 8 × 5 40. അപ്പോൾ ആൻസർ ഈസ് 40. ഫോർത്ത് ക്വസ്റ്റ്യൻ 3 × 4⁻⁴. 3 × 4⁻⁴ എന്ന് പറയുമ്പോൾ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ 3 × 4 12, 12 × 4 48, 48 × 4 192, 192 × 4 192 × 4 8 36 3 768. ഓക്കെ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 0 × 10⁻². ഇവിടെ 0 കൊണ്ടാണ് 10⁻²നെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതൊരു സംഖ്യനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ എന്തായിരിക്കും? ആൻസർ 0 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഏത് സംഖ്യനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആൻസർ ഈസ് 0. ഇനി സിക്സ്ത് വൺ 5⁻² × 3⁻3. 5നെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ 3നെ 3 ടൈംസും മൾട്ടിപ്ലൈ ചെയ്യണം. 5 × 5 25. അതുപോലെ 3 × 3 9, 9 × 3 27. 25 × 27 35. 175 to 10 minus 1 22 4 4 plus 1 5 5 7 6 675. Seventh question 2⁻⁴ × 3⁻². അപ്പോൾ 2 എത്ര ടൈംസ്? 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇൻറ്റു 3 × 3 2 ടൈംസ്. അപ്പോൾ 2 × 2 4, 4 × 2 8, 8 × 2 16. പിന്നെ 3 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 3 9. 54 minus 5 19 plus 5 9 plus 5 14. Answer is 144. Eighth question 3⁻² × 10⁻⁴. അപ്പോൾ 3 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ 10 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിൽ 3 × 3 9. ഇനി നമുക്ക് എന്ത് എഴുതിയാൽ മതി? ഈ സീറോസ് എടുത്ത് എഴുതിയാൽ മതി അല്ലേ? ഇതിൽ എത്ര സീറോസ് ഉണ്ട്? 4. അപ്പോൾ 90,000. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.